ഹായ്, നമ്മുടെ നാടെങ്ങും ഇപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ കാലമാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ പഞ്ചായത്തുകളിലേക്കുള്ള നമ്മുടെ MLA തിരഞ്ഞെടുക്കുന്നത് പോലെ MP തിരഞ്ഞെടുക്കുന്നത് പോലെ അതേ പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓടിയെത്താൻ പറ്റുന്നത് നമ്മുടെ വാർഡ് മെമ്പറുടെ അടുത്തോ അല്ലെങ്കിൽ കൗൺസിലറുടെ അടുത്തോ ആയിരിക്കും. നമ്മളിൽ ചിലർക്കെങ്കിലും അപ്പോൾ ഇതിനകത്തൊരു സംശയം കാണും, ഇവർക്കൊക്കെ ശമ്പളം ഉണ്ടോ, ഇവരുടെയൊക്കെ ശമ്പളം വളരെ കൂടുതലാണോ എന്നുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. നമുക്കറിയുന്നത് പോലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 തട്ടുകളായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും മുകൾ ഘടകമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശമ്പളം അല്ലെങ്കിൽ ഓണറേറിയം എന്ന് പറയുന്നത് 15,800 രൂപയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് വരുന്നത് 8,800 രൂപയും. ഇതേ സെയിം തുക തന്നെയാണ് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ നഗരസഭയിലേക്ക് വരുമ്പോൾ നഗരസഭ ചെയർമാന് വരുന്നത് 14,600 രൂപയും നഗരസഭയിലെ ഒരു അംഗത്തിന് അല്ലെങ്കിൽ ഒരു നഗരസഭാ മെമ്പർക്ക് ലഭിക്കുന്നത് 7,600 രൂപയുമാണ്. നഗരസഭയിൽ ലഭിക്കുന്ന അതേ തുക തന്നെയായിരിക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും ബ്ലോക്ക് മെമ്പർമാർക്ക് ലഭിക്കുന്നത്. ഇനി താഴെ തട്ടിലേക്ക് വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ലഭിക്കുന്നത് 13,200 രൂപയും ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് ഒരു വാർഡ് മെമ്പർക്ക് ലഭിക്കുന്നത് 7,000 രൂപയുമാണ്. ഒരുപാട് യുവാക്കൾ മത്സര രംഗത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അപ്പോൾ അരാഷ്ട്രീയതയില്ലാത്ത നല്ലൊരു രാഷ്ട്രീയ നാളേക്കായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ വോട്ട് വിനിയോഗിക്കാം.